വചനം തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ശാലോം പ്രേക്ഷിതരെയും ശുശ്രൂഷകരെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഈ ഒരു ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമാകുന്നതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിൽ പ്രധാനമായി നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ ഏറ്റുപറഞ്ഞ് നമ്മൾ അഭിഷേകവും സൗഖ്യവും പ്രാപിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ ഏറ്റുപറയുക, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ വിശ്വാസം ഏറ്റു പറയാറുണ്ട്, ദൈവം പരിശുദ്ധനാണെന്ന് ഏറ്റു പറയാറുണ്ട്, ദൈവം വിശുദ്ധനാണെന്ന് ഏറ്റു പറയാറുണ്ട്, ദൈവം സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവാണെന്ന് ഏറ്റു പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റുപറയേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. അത് നമ്മൾ ഏറ്റുപറയണം, പ്രഖ്യാപിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിലൂടെ ഒരുപാട് കൃപ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ദൈവം പ്രദാനം ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ ഒന്ന് കൂപ്പി, കർത്താവേ, ഇവിടെ പറയുന്ന വചനത്തിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടെ ആയിരിക്കാൻ അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഇന്നത്തെ ശുശ്രൂഷകൾ വഴി ലോകം മുഴുവനുള്ള സകലർക്കും വലിയ പ്രത്യാശയും സൗഖ്യവും വിടുതലും അനുഗ്രഹവും കൃപാവരങ്ങളും നിറയാൻ ദൈവമേ അവിടുന്ന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷകളിൽ ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഉള്ളിൽ 100 മേനിയും 60 മേനിയും 30 മേനിയും ഒക്കെ ഫലം പുറപ്പെടുവിക്കാൻ ഇടയാക്കത്തക്ക വിധം ആത്മാവേ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വളരെ ഞെരുക്കത്തിൽ പ്രയാസത്തിൽ ഇങ്ങനെ മുൻപോട്ട് നടന്നു പോവുകയാണ്. ഒപ്പം ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യവും നമുക്കെപ്പോഴും അനുഭവിക്കാനും പറ്റുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയെ ഏറ്റുപറഞ്ഞ് നമ്മൾ കൂടുതൽ കൃപയിലേക്ക് വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തനം അതിൻ്റെ 68-ാം അധ്യായം 34-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 68:34 വേർഡ്സ്. അതിങ്ങനെയാണ്: ദൈവത്തിൻ്റെ ശക്തിയെ ഏറ്റുപറയുവിൻ. അതാണ് ഒരു ആഹ്വാനമായിട്ട് സങ്കീർത്തകൻ പറയുകയാണ്. സങ്കീർത്തനം 68:34 അതിങ്ങനെയാണ്: ദൈവത്തിൻ്റെ ശക്തിയെ ഏറ്റുപറയുവിൻ. ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നുപോകുന്ന അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധയില്ലാതെ നമ്മൾ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണത്. ദൈവത്തിൻ്റെ ശക്തിയെ ഏറ്റുപറയും. നമുക്കറിയാം ദൈവത്തിന് ഭയങ്കരമായ ശക്തിയുണ്ടെന്നും ദൈവത്തിൻ്റെ ശക്തിയാണ് എല്ലാറ്റിൻ്റെയും മീതെയുള്ള ശക്തി എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അത് പ്രഘോഷിക്കുന്ന കാര്യത്തിൽ അത് ഏറ്റുപറഞ്ഞ് അതിലൂടെ നമുക്ക് ദൈവം തരുന്ന ഒരു അനുഗ്രഹത്തെ പ്രാപിക്കുന്ന കാര്യത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ ഒരു വൈമനസ്യം കാണിക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എൻ്റെ ജീവിതത്തിലുണ്ടാകാം, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. ഇവിടെ സങ്കീർത്തകൻ പറയുന്ന ആഹ്വാനം അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്ന ഒരു പ്രേരണ ഇതാണ്: നിങ്ങൾ വിശ്വാസികളായ നമ്മൾ ദൈവശക്തിയെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് ദൈവത്തിൻ്റെ ആ ശക്തിയെ നമ്മൾ ഏറ്റുപറയണം, കൂടെ ഏറ്റുപറയണം. ദൈവം ശക്തിയുള്ളവനാണ്, അവിടുന്ന് അത്യുന്നതനാണ്, അവിടുത്തെ അധികാരമാണ് എല്ലാറ്റിൻ്റെ മേലുള്ള അധികാരം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ അളക്കുക അസാധ്യമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം ഉന്നതമാണ്, അത്രമാത്രം പവർഫുള്ളാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പ്രാർത്ഥിക്കണം: ദൈവമേ, അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് വേണ്ടി പ്രകടമാക്കണമേ. ദൈവത്തിൻ്റെ ശക്തി
പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഈ ലോകത്ത് ദൈവം പ്രകടമാക്കണം. അതോടൊപ്പം തന്നെ ആ ദൈവിക ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ആ ശക്തിയെ സമൂഹ മധ്യത്തിൽ നമ്മൾ ഏറ്റുപറയണം. അപ്പോൾ നമ്മുടെ മേൽ ആധിപത്യം പുലർത്താൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ മേൽ ശക്തിയെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സാത്താൻ്റെ മേൽ നമുക്ക് വിജയം വരിക്കാനുള്ള ഒരനുഗ്രഹമായിട്ട് അത് മാറും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അടുത്ത വചനം ഇങ്ങനെയാണ്, എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഏറ്റുപറച്ചിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൗലോസ് റോമായിലെ സഭയ്ക്ക് എഴുതുമ്പോൾ വ്യക്തമായ ഒരു നിർദ്ദേശം അവർക്ക് നൽകുകയാണ് വചനത്തിലൂടെ. അതെന്താണ്? ഹൃദയത്തിൽ വിശ്വസിക്കണം, അതുപോലെ നമ്മൾ നീതീകരിക്കപ്പെടും. അധരം കൊണ്ട് ഏറ്റുപറയണം, അതുപോലെ നമ്മൾ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഏറ്റുപറച്ചിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര ശക്തിയെ നമ്മൾ ഏറ്റുപറയാറുണ്ട്. നമ്മൾ ഏറ്റുപറയുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ദയനീയ അവസ്ഥയെ, നമ്മുടെ പാവാവസ്ഥയെ ഏറ്റുപറയാറുണ്ട്. അപ്പം വചനം പഠിപ്പിക്കുകയാണ്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. കർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മുടെ മേൽ അധികാരമുള്ള, കർത്തൃത്വമുള്ള വ്യക്തി, അതാണ് കർത്താവ്. അപ്പോൾ യേശു എൻ്റെ കർത്താവാണ് എന്ന് ഞാൻ വിശ്വസിച്ച് ഹൃദയത്തിൽ അങ്ങനെ സൂക്ഷിച്ചാൽ പോരാ, അത് ഏറ്റുപറയണം. ആ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങണം, അത് സാത്താൻ കേൾക്കണം. അവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഞാനാണ് നിൻ്റെ അധികാരി. അത് ഈശോടും പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവിനെ പരീക്ഷിക്കാൻ നേരത്ത് പിശാച് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നീ എന്നെ ആരാധിച്ചാൽ ഇത് ഞാൻ നിനക്ക് തരാം. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ അധികാരി ആരാ? ഞാനാണെന്നാണ് അവൻ്റെ അവകാശവാദം. അതുപോലെ മനുഷ്യൻ്റെ മേലും അവൻ അവകാശവാദം ഉന്നയിക്കും. നമ്മളിപ്പോൾ ഒരു ചെറിയ തെറ്റ് ചെയ്തു, ഒരു കുറ്റം ചെയ്തു, ഒരു ചെറിയ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാൽ അവൻ നമ്മുടെ മേൽ അധികാരം ഉപയോഗിക്കും. ആണോ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് അധികാരം ഉപയോഗിക്കും. എന്നാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ച് എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എന്നെ വീണ്ടെടുത്ത എൻ്റെ യേശുവാണ് എൻ്റെ മേലധികാരി. ആ അധികാരത്തെ ഞാൻ അംഗീകരിച്ച് ഏറ്റുപറയണം എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താ? ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന, ഇത് ശ്രവിക്കുന്ന സാത്താൻ്റെ ആ കുതന്ത്രം തകരും. അതാ റോമാലേഖനം പറയുന്നത്. യേശു കർത്താവാണ്, അവിടുന്നാണ് എൻ്റെ അധികാരി, അവിടുന്നാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ്, അവിടുന്നാണ് പരിശുദ്ധൻ, അവിടുന്നാണ് സർവശക്തൻ. അവൻ്റെ അധികാരത്തിൻ്റെ മീതെ മറ്റൊരധികാരമില്ല. അത് വിശ്വസിച്ചാൽ മാത്രം പോരാ, ഏറ്റുപറയണം. അപ്പോൾ നമ്മൾ ഏറ്റുപറയുന്നതിലൂടെ ഈ ലോകത്തിൽ നമുക്ക് ചുറ്റും രൂപപ്പെടുന്ന തിന്മയുടെ ശക്തികളെയും അന്ധകാരത്തിൻ്റെ ആധിപത്യത്തെയും നമ്മൾ തകർക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ബോധ്യപ്പെടണം. അപ്പോഴാണ് നമുക്കത് ഏറ്റുപറയാൻ പറ്റുന്നത്. അത് എല്ലാറ്റിൻ്റെ മേൽ അധികാരി യേശു ക്രിസ്തുവാണ്, എല്ലാറ്റിൻ്റെ മേൽ അധികാരി. അതുകൊണ്ട് മനുഷ്യന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം ഈ ഒരു സത്യത്തെ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ വിശ്വസിക്കുന്ന സത്യത്തെ അധരം കൊണ്ട് ഏറ്റുപറയണം. അപ്പോൾ നീ രക്ഷ പ്രാപിക്കുന്നതാണല്ലോ റോമലേഖനം നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ അധരം കൊണ്ട് ഏറ്റുപറയണം. അത് ഒരു കാര്യം മാത്രം കർത്താവ് എന്നെ സുഖപ്പെടുത്തണം എന്ന് മാത്രം ഏറ്റു പറഞ്ഞാൽ പോരാ. കർത്താവെ, നീയാണ് എൻ്റെ മേൽ സർവാധികാരി. കർത്താവെ, നീയാണ് എൻ്റെ സർവശക്തി. കർത്താവെ, നീയാണ് എൻ്റെ ബലം, നീയാണ് എൻ്റെ ജീവൻ. ഇങ്ങനെ ദൈവം നമുക്ക് ആരായിട്ടാണോ അനുഭവപ്പെട്ടുള്ളത് അത് മുഴുവനും നമ്മൾ ഏറ്റുപറഞ്ഞ് കൂടുതൽ കൃപയിലേക്കും അഭിഷേകത്തിലേക്കും വളരണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റുപറഞ്ഞ ഒരു വ്യക്തിയെ നമുക്ക് ബൈബിളിൽ പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് ശതാധിപൻ എന്നാണ്. ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ബൈബിൾ ഉള്ളവർക്കൊക്കെ ഒന്ന് തുറന്നു നോക്കി വായിക്കാവുന്നതാണ്. ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 1 മുതൽ 10 വരെ. അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്: ശതാധിപൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തുന്നു. അതാണ് ഹെഡിങ്. 1 മുതൽ 10 വരെ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, ഞാൻ ആ സംഭവം പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്.
ഇവിടെ ശതാധിപൻ ചെയ്യുന്ന ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ സാംശീകരിച്ചെടുക്കണം, അതിനെ നമ്മൾ അനുവർത്തിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ചില സംഗതിയാണ്. എന്താണ് ശതാധിപൻ ചെയ്യുന്നത്? അപ്പോൾ യേശു ഇങ്ങനെ ജനങ്ങളുടെ പ്രബോധനം അവസാനിപ്പിച്ച് പോകുന്ന വഴിക്ക് ഈ ശതാധിപൻ്റെ ഭൃത്യൻ രോഗബാധിതനായി ആസന്ന മരണനായി കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ചിട്ട് യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഭൃത്യനെ സുഖപ്പെടുത്താൻ വേണ്ടി തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ യേശു ക്രിസ്തു വീടിനോട് അടുത്തെത്താറായപ്പോഴാണ് ശതാധിപൻ തൻ്റെ മറ്റു കുറച്ച് സ്നേഹിതരെ അയച്ചിട്ട് ഈശോയോട് പറയുന്ന വാക്കാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയാണ്, കർത്താവേ, നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. ഒന്നാമത്തെ ഏറ്റുപറച്ചിലാണ്. എന്താണ് ആ ഏറ്റുപറച്ചിൽ? അതായത് സ്വന്തം ബലഹീനതയെ, സ്വന്തം കുറവിനെ, സ്വന്തം പോരായ്മയെ അംഗീകരിച്ച് ഏറ്റുപറയാം. നമ്മൾ പലപ്പോഴും കൃപയിലും അഭിഷേകത്തിലും വളരാത്തതിന് കാരണം എന്ന് പറയുന്നത്, രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയൊരു സംഭവം ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ലേ? അതിങ്ങനെയാണ്, ഒരു ഫരിസേയനും ഒരു ചുങ്കക്കാരനും. ഒരാൾ പാപി, ഒരാൾ സമൂഹ മധ്യത്തിൽ നീതിയുള്ള വ്യക്തി. എൻ്റെ സഹോദരങ്ങളെ, ഫരിസേയൻ നിന്നുകൊണ്ട് എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നു, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, ഞാനത് മറ്റു ആളുകൾ ചെയ്യുന്ന പോലെ വ്യഭിചാരം ചെയ്യാനോ മോഷ്ടിക്കാനോ കള്ളത്തരം കാണിക്കാനൊന്നും പോകുന്നില്ല. ഈ ചുങ്കക്കാരനെ പോലെയല്ല. അവിടെയും ആ ചുങ്കക്കാരൻ്റെ ഒരു താങ് കൊടുക്കുകയാണ് ഈ മനുഷ്യൻ. നോക്കി, അപ്പോൾ അതെന്താ അതിൻ്റെ അർത്ഥം? ഞാൻ എന്തോ ആണ്, ഐ ആം സംതിങ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഐ ആം സംതിങ്, ഞാൻ എന്തോ ആണ്. ആ ഒരു ഭാവം ഇതൊരു ഏറ്റുപറച്ചിലാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ ഹൈലൈറ്റ് ചെയ്ത് ഏറ്റുപറയാം. അതത്ര പ്രസാദകരമായൊരു കാര്യമല്ല. നമ്മൾ ദൈവത്തിന് മുമ്പിൽ എപ്പോഴും താഴ്മയുള്ള ഒരു ഏറ്റുപറച്ചിലാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദാവീദിനെ പോലെ, ദൈവമേ, ഞാൻ പാപത്തോടെയാണ് പറഞ്ഞത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. അതത്ര മനോഹരമാണ്. അപ്പം അത് വളരെ വലിയ കൃപ എന്നാലും പെട്ടെന്ന് ഒഴുകും. ഈ ശതാധിപൻ്റെ ആറ്റിറ്റ്യൂഡ് അതാണ്. അദ്ദേഹം എന്താ പറയണത്? ദൈവമേ, നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. ഈ ശതാധിപൻ ഒരു യഹൂദനൊന്നും അല്ല കേട്ടോ, ഒരു വിജാതീയ സഹോദരനാണ്, പിന്നെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. ശതാധിപൻ എന്ന് വെച്ചാൽ തന്നെ 100 സൈന്യദളങ്ങളുടെ ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ അത്രയും സൈന്യത്തിൻ്റെ വിഭാഗമുണ്ട്. അത്രയും ഒരു നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എൻ്റെ സഹോദരൻ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറവ് ഏറ്റു പറയാണ്, ദൈവമേ, നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് നിന്നെ സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അപ്പം നമുക്കിതൊരു അഹങ്കാരമായിട്ട് തോന്നാം. എന്നാണെന്നറിയാമോ? ആദ്യം കുറേ സ്നേഹിതരെ അയച്ചു, പിന്നെ വേറെ ഒരു ഗ്രൂപ്പിനെ അയച്ചു. അപ്പോൾ ഇയാൾക്ക് എന്നെ നേരിട്ട് എന്ന് വിളിച്ച് പറയാൻ പാടില്ല കർത്താവിനോട്. ഈ ശതാധിപൻ എന്താ അത്ര വലിയ ആളാ? അത്ര വലിയ അധികാരിയാണോ? നേരിട്ട് എന്നിട്ട് കർത്താവേ എന്ന് പറയത്തില്ലേ? പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയാമോ? അതെൻ്റെ അഹങ്കാരമല്ല കർത്താവേ, എനിക്ക് ദൈവത്തെ നേരിട്ട് ദർശിക്കാൻ, നേരിട്ട് നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല. വളരെ ശ്രേഷ്ഠമായൊരു വാക്കാണത് ആ മനുഷ്യൻ പറയണത്. എന്നിട്ട് അദ്ദേഹം നമുക്കത് വിശദീകരിച്ച് പോയി ഒരുപാട് സമയം പിടിക്കും. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കയറാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുറവിനെ, ആ ഒരു പോരായ്മയെ, ആ ഒരു ശൂന്യതയെ, അദ്ദേഹത്തിൻ്റെ ബലഹീനതകളെ അദ്ദേഹം ഏറ്റുപറയണം. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് വരാൻ പറഞ്ഞാൽ അവൻ വരും, പോകാൻ പറഞ്ഞാൽ പോകും. എന്നിട്ട് അദ്ദേഹം പറയാണ്, കർത്താവെ, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലൂടെ അദ്ദേഹം ഏറ്റു പറയുന്നത് എന്താ അറിയാമോ? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു ചൈതന്യത്തെ ഏറ്റു പറയുന്നു. രണ്ടാമത്, അദ്ദേഹം ദൈവം ആരാണെന്നുള്ള വലിയ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൈവശക്തിയുടെ ആ മാഹാത്മ്യത്തെ അദ്ദേഹം ആ ജനക്കൂട്ടത്തിൻ്റെ മധ്യേ പ്രഘോഷിക്കുകയാണ്. ദൈവമേ, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്, എൻ്റെ കീഴിൽ ഒരുവനോട് വരാൻ പറഞ്ഞാൽ അവൻ വരും, പോകാൻ പറഞ്ഞാൽ അവൻ പോകും. ഉണ്ടോ? എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വലിയ അധികാരത്തെ, ദൈവത്തിൻ്റെ വലിയ ശക്തിയെ ഈ മനുഷ്യൻ ഏറ്റുപറയാണ്. അത് ഹോളയില്ലേ? ഓക്കെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ അധികാരത്തെ, ദൈവത്തിൻ്റെ വലിയ ശക്തിയെ ഈ മനുഷ്യൻ അത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് യേശുവിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കുകയാണ്. ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. നമുക്ക് പോലും ചിലപ്പം പറ്റാതെ പോയ ഒരു സംഗതി ആയിരിക്കും അത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താ അദ്ദേഹം പറയണത്? എൻ്റെ കീഴിൽ പടയാളിയുണ്ട്, അവനോട് വരാൻ പറഞ്ഞാൽ വരും. കാരണം എന്താ? ഞാൻ അവൻ്റെ മേൽ അധികാരിയാണ്, എൻ്റെ കീഴിലാണ് അവൻ നിൽക്കുന്നത്. ഇതിലൂടെ എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഇന്നർ മീനിങ് എന്താ? അതിതാണ്, നീയാണ് ഈ രോഗത്തിൻ്റെ അധികാരി.
ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. എൻ്റെ ഭൃത്തിനെ ബാധിച്ചിരിക്കുന്ന, മരണാസന്നനായി കിടക്കുന്ന, എൻ്റെ ഭൃത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന, അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഈ രോഗത്തിൻ്റെ അധികാരി നീയാണ്. നീ പറഞ്ഞാൽ മതി, കൈവയ്ക്കുകയോ തൊടുകയോ ഒന്നും വേണ്ട, നീ പറഞ്ഞാൽ മതി. കാരണം ഈ രോഗവും നിൻ്റെ അടിയിലാണ്. അടിയിൽ എന്ന് വെച്ചാൽ എന്താ? കീഴിലാണ്. കണ്ടോ? അടിമത്തത്തിൽ, ആ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ താഴെയാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ അതങ്ങ് പൊക്കോളും, അങ്ങ് പറഞ്ഞാൽ അതങ്ങ് കേട്ടോളും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വെളിപ്പെടുത്തലാണ് ഈ മനുഷ്യൻ ഈ വചനത്തിലൂടെ നൽകുന്നത്. നോക്കിക്കേ, അപ്പം നമ്മൾ പലപ്പോഴും ഈ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കും. എന്താ നമ്മൾ പറയണത്? ഈ രോഗം എന്നെ കൊണ്ടേ പോവുകയുള്ളൂ, ഇത് ശരിയാകത്തില്ല, ഇത് നന്നാവത്തില്ല. എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ട എന്നറിയാമോ? നെഗറ്റീവ് തോട്ട്സ് എല്ലാം തിന്മയിൽ നിന്ന് വരുന്നതാണ്. പോസിറ്റീവ് ചിന്തകളെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനപ്രകാരമുള്ള പോസിറ്റീവ് തോട്ട്സ് അത് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ആ ചിന്തകളെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം. അതിൽ വിശ്വാസം അർപ്പിക്കണം, അത് ഏറ്റുപറയണം. ഇപ്പോൾ ഒരു രോഗം വന്നാൽ ഈ രോഗത്തിൻ്റെ മേൽ അധികാരി കർത്താവാണ്. ദൈവം അനുവദിക്കാതെ, ദൈവം വിചാരിക്കാതെ ഇതിന് എൻ്റെ മേൽ ആധിപത്യം പുലർത്താൻ പറ്റില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ മേലും ലോകത്തിൻ്റെ മേലും സകലത്തിൻ്റെ മേലും സാത്താൻ്റെ മേലും അധികാരമുള്ള ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. ആ സത്യത്തെ നമ്മൾ വെറുതെ അംഗീകരിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ചാൽ മാത്രം പോരാ, മറിച്ച് അത് നമ്മൾ ഏറ്റുപറയണം. അത് നമ്മൾ കൂടെ ഏറ്റുപറയണം. ഈ ശതാധിപൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ അദ്ദേഹം ഏറ്റുപറയാണ്, ദൈവശക്തിയെ അദ്ദേഹം ഏറ്റുപറയാണ്, സകലത്തിൻ്റെ അധികാരി കർത്താവാണെന്ന് അദ്ദേഹം ഏറ്റുപറയാണ്, സകലത്തിൻ്റെ മേലും ആധിപത്യം ദൈവത്തിനാണെന്ന് അദ്ദേഹം ഏറ്റുപറയാണ്. ഉണ്ടോ? എന്തെല്ലാം കാര്യമാണ് ഈ മനുഷ്യൻ ഏറ്റുപറയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആനുകാലികമായ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ച അല്ലെങ്കിൽ പരാജയം, ദുഃഖം, ദുരിതം, ക്ലേശം എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ അമർന്നു പോകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ നിഷ്പ്രഭമായി പോകുന്ന സംഗതികളാണ്. ഒന്നിനും നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ പറ്റില്ല ദൈവം അനുവദിക്കാതെ. അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, സാത്താൻ ജോബിനെ പരീക്ഷിക്കാൻ പോകുമ്പോൾ നീ അവനെ സംരക്ഷിച്ചുകൊണ്ടല്ലേ അവനിങ്ങനെ നിൽക്കുന്നത്, നീ അവനുള്ള ആ സംരക്ഷണം ഒന്ന് മാറ്റി നോക്കിയേ, ആ അധികാരം ഒന്ന്, ആ ഒരു ഇതൊന്ന് മാറ്റി നോക്കിയേ. ഉടനെ ദൈവം പറയുന്നത് എന്താണ്? ഇതാ എല്ലാം ഞാൻ മാറ്റുന്നു, അവൻ്റെ ജീവൻ്റെ മേൽ നീ കൈവയ്ക്കരുത്. അവൻ പിശാച് പോയിട്ട് അവൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറച്ച് ആകപ്പാടെ നാശമാക്കുന്നത് നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ദൈവം അനുവദിക്കാതെ, ദൈവം സമ്മതിക്കാതെ നമ്മുടെ മേൽ ആധിപത്യം പുലർത്താൻ ഒന്നിനും പറ്റില്ല. അങ്ങനെ ദൈവമാണ് ഇതിൻ്റെ എല്ലാം ആധിപത്യത്തിൻ്റെ മേൽ അധികാരി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് ഏറ്റുപറഞ്ഞ് സൗഖ്യം പ്രാപിക്കാനും വിടുതൽ പ്രാപിക്കാനും എളുപ്പമാണ്. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 40-41 വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 40-41 വാക്യങ്ങൾ. അവിടെ അത് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു കുഷ്ഠരോഗി വന്നിട്ട് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ പറ്റും. ഈ മനുഷ്യൻ പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ആന്തരിക അർത്ഥം എന്താ എന്ന് വെച്ചാൽ, എൻ്റെ ഈ കുഷ്ഠരോഗത്തിൻ്റെ മേൽ അധികാരി നീയാണ്. നീ വിചാരിച്ചാൽ ഇത് മാറ്റാൻ പറ്റും, ഇല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹം ഏറ്റു പറയുകയാണ്, ദൈവമേ നിനക്ക് സാധിക്കും, നിനക്ക് കഴിയാത്തൊരു കാര്യമല്ല ഇത്. നീയാണ് ഇതിൻ്റെ സർവാധികാരി, നീയാണ് ഇതിൻ്റെ മേൽ ശക്തിയുള്ള വ്യക്തി. ഈ രോഗത്തിൻ്റെ മേൽ അങ്ങേക്ക് മാത്രമേ ശക്തി ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ആശുപത്രിയിൽ പോയി ഈ രോഗം മരുന്ന് കഴിച്ച് എന്ത് ചെയ്താലും ആ മരുന്നിലൂടെയും ആ ഡോക്ടറിലൂടെയും ഒക്കെ പ്രകടമാകുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ മരുന്നിലൂടെ ദൈവശക്തിയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ദൈവശക്തിയുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് സൗഖ്യവും വിടുതലുണ്ടാകുന്നത്. അതാണ് കുഷ്ഠരോഗി പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത് നിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, എനിക്കിതിനകത്തൊന്നും ചെയ്യാനില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എനിക്ക് വിശ്വാസവും ബോധ്യമുണ്ട്. അതിതാണ്, നീ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് സൗഖ്യം തരാൻ പറ്റും, നിനക്കതിനുള്ള ശേഷിയുണ്ട്, നിനക്കതിനുള്ള കഴിവുണ്ട്, നീയാണ് അതിൻ്റെ അധികാരി, പരമാധികാരി നീയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹം പറയണം, കർത്താവ് പറയുന്ന വാക്കെന്താ? എനിക്ക് മനസ്സുണ്ട്. നീ അത് അംഗീകരിച്ചല്ലോ, ഇനി എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ, എനിക്ക് മനസ്സുണ്ട്.
ഇതാണ് കർത്താവിൻ്റെ വചനം. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം അതിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്യതാണ്, കർത്താവ് പറയുന്ന വചനം ഇതാണ്: ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഉണ്ടോ? ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അധികാരമെല്ലാം നമ്മുടെ കർത്താവിന് ദൈവം നൽകിയിട്ടുണ്ട്. അവൻ പ്രപഞ്ചത്തിൻ്റെ മേലും സകലത്തിൻ്റെ മേലും മനുഷ്യൻ്റെ മേലും മൃഗത്തിൻ്റെ മേലും സകല ജീവജാലങ്ങളുടെ മേലും തിന്മയുടെ മേലും ഏക അധികാരി നമ്മുടെ യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ വിശ്വാസത്താൽ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അതരം കൊണ്ട് അത് ഏറ്റുപറയുമ്പോൾ നമ്മുടെ രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തുകയാണ്, നമ്മുടെ വേദനകളിൽ വ്യത്യാസം വരികയാണ്, പ്രയാസങ്ങളിൽ മാറ്റം വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏറ്റുപറയാം ദൈവത്തോട്. ഒരു കാര്യം ഓർക്കുക, എൻ്റെ രോഗത്തിൻ്റെ മേൽ അധികാരി യേശു ക്രിസ്തുവാണെന്ന് ഏറ്റുപറയണം. എൻ്റെ പാപത്തിൻ്റെ മേൽ അധികാരി യേശു ക്രിസ്തുവാണെന്ന് ഏറ്റുപറയണം. എൻ്റെ മേലുള്ള സകല തിന്മയുടെ മേൽ അധികാരി യേശു ക്രിസ്തുവാണെന്ന് ഏറ്റുപറയണം. എൻ്റെ സകല പ്രശ്നങ്ങളുടെയും അധികാരി യേശു ക്രിസ്തുവാണെന്ന് ഏറ്റുപറയണം. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് എനിക്കും നിങ്ങൾക്കും കൃപയുടെ സമൃദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. പിന്നെ നമ്മളൊന്നിനും അടിമയല്ല. അപ്പോൾ സാത്താൻ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത, നീ എൻ്റെ അടിമയാണെന്ന് പറഞ്ഞല്ല, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടിമയാണ്, എൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു ക്രിസ്തു മാത്രമാണ്, ലോകത്തിനോ ലോകത്തിലെ മോഹങ്ങൾക്കോ സാത്താനോ അവൻ്റെ ആധിപത്യങ്ങൾക്കോ എൻ്റെ മേൽ യാതൊരു അവകാശമോ അധികാരമോ ഇല്ല, യേശു ക്രിസ്തുവാണ് എൻ്റെ അധികാരി. അത് നിങ്ങൾ കൂടെ പറഞ്ഞു നോക്കിയേ, പെട്ടെന്ന് നമുക്ക് റിലീഫ് ഉണ്ടാവും, പെട്ടെന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. നമ്മുടെ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലെല്ലാം നമ്മളിങ്ങനെ നമ്മുടെ സഭയുടെ പ്രാർത്ഥനയിൽ ഇത് നന്നായിട്ട് ഏറ്റു പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിച്ച് നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ ശക്തിയെ അംഗീകരിച്ച് ഏറ്റുപറയുന്നതിലൂടെ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു, അഭിഷേകത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നു, കൃപയുടെ സമൃദ്ധിയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 4:7. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റേതാണെന്ന് നാം തിരിച്ചറിയുക. പരമമായ ശക്തി ദൈവത്തിൻ്റേത് മാത്രമാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കട്ടെ. മറ്റൊന്നിനും നമ്മൾ ഭയപ്പെടാതിരിക്കുക. പരമമായ ശക്തി ദൈവത്തിൻ്റേത് മാത്രമാണ്. 2 കൊരിന്ത്യർ 4:7. 2 കൊരിന്ത്യർ 4:7. പരമമായ ശക്തി ദൈവത്തിൻ്റേത് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ അധികാരത്തെ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് ഏറ്റുപറഞ്ഞ് നമ്മൾ ഈ ഭൂമിയിൽ വിജയം നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സൗഖ്യം പ്രാപിക്കണം ദൈവം ആഗ്രഹിക്കുകയാണ്. അഭിഷേകം പ്രാപിക്കണം ദൈവം ആഗ്രഹിക്കുകയാണ്. കേട്ട വചനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും മാറി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ, കൃപയുടെ അഭിഷേകം നിറയട്ടെ. സർവശക്തനായ ദൈവം അവൻ്റെ ശക്തിയുടെ പ്രഭാവലയത്തിൽ നമ്മളെ ഓരോരുത്തരെയും കാക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കുടുംബത്തിൽ ജീവിതത്തിൽ സമൃദ്ധമാകട്ടെ. ദൈവമേ, അവിടുത്തെ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾക്ക് വിടുതലും സൗഖ്യവും ലഭിക്കാനിട വരുത്തണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങളും കർത്താവിൻ്റെ അധികാരത്തിൽ സംരക്ഷിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.